മലപ്പുറം ചീക്കോട് പഞ്ചായത്തിലെ വാവൂർ കരുമ്പിൽ ഉള്ള ഒരു പ്രദേശത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ മന്നത്താനത്ത് ശ്രാമ്പ്യ എന്ന് പറയുന്ന ഒരു ചെറിയ നിസ്കാര പള്ളിയുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളെ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. സാധാരണ ഒരു പള്ളിൻ്റെയോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെയോ കമ്മിറ്റി ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഒരു ആരായിരിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്ക് മനസ്സിലുണ്ട്. എന്നാൽ നമ്മുടെ ആ തോന്നലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ പള്ളിക്ക് ഉള്ള കമ്മിറ്റി ഭാരവാഹികൾ എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറച്ച് കുട്ടികളാണ് എന്നുള്ളതാണ്. ആ കുട്ടികളാണിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഈ ശ്രാമ്പ്യ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളാണ്. ഇതിൽ ആരാ പ്രസിഡന്റ്? ആരാ? അതാ പ്രസിഡന്റ് ഇദ്ദേഹമാണ്. എന്താ പേരെന്താ? മുഹമ്മദ് അജിനാസ്. എത്രയിലാ പഠിക്കുന്നത്? 9 അല്ലേ? ഈ പള്ളിന്റെ പ്രസിഡന്റ് ആണ്? എന്ന് മുതലാ പ്രസിഡന്റ് ആയേ? മെയ് 19 അല്ലേ? അല്ല, ഒരു പള്ളിന്റെ പ്രസിഡന്റ് ഒക്കെ ആവുമ്പോ ഒരു എന്താ തോന്നുന്നു ഇപ്പോ? നല്ല സന്തോഷം. ഇതിന് പ്രസിഡന്റ് ആരാ? സെക്രട്ടറിന്റെ പേരെന്താ? ഹാദി അനാൻ. എത്രയിലാ പഠിക്കുന്നത്? 9 അല്ലേ? ഇപ്പൊ ഈ കുട്ടി ക്ലാസ്സിലൊക്കെ അറിയോ നാട്ടിലിങ്ങനെ പള്ളിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആണെന്നുള്ളത്? അറിയാം അല്ലേ? കുട്ടികളൊക്കെ എന്താ പറയാറ്? കുട്ടികളൊക്കെ പറയലുണ്ട്, വീഡിയോ കണ്ടിട്ട് പറയണ്ടല്ലേ? ഈ ഇവിടെ പിന്നെ നോമ്പുറപ്പിക്കലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ആരുണ്ട്. ഈ ജബ്ബാറാക്ക ഹജ്ജിന് വേണമെന്ന ഈ കമ്മിറ്റി രൂപീകരിച്ച് അതല്ലേ? അതായത് ഈ പിന്നെ മറ്റ് എന്താ ഈ പള്ളിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇദ്ദേഹം. എന്താ പേരെന്താ? നുഫേല്. എത്രയില്ല? 7 അല്ലേ? പള്ളിന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലേ? സന്തോഷാണ്. ഈ പള്ളിയിലാണ് നിങ്ങൾ എപ്പോഴും നിസ്കരിക്കാൻ വരാറ്? പള്ളിയിലവരല്ലേ? ഇവിടെ ബാങ്ക് കൊടുക്കലാരാ? എല്ലാരും കൊടുക്കും. ആരാ ഉള്ളത് വെച്ചാൽ അവര് കൊടുക്കൂലേ? പിന്നെ ആരാ ഇതില്? ഏതാ? ട്രഷറർ. പള്ളിയുടെ ട്രഷറർ. എന്താ പേരെന്താ? മുഹമ്മദ് ഷാമിൽ അല്ലേ? എത്രയിലാ പഠിക്കുന്നത്? 6 പിന്നെ ഇവരൊക്കെ ഭാരവാഹികളാണ്? ജോയിന്റ് സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറി ആണ് പള്ളിയുടെ. എത്രയിലാ പഠിക്കുന്നത്? 5. എന്താ പേര്? മുഫീൻ അമീൻ അല്ലേ? പിന്നെ എന്താ കമ്മിറ്റിയിലുള്ള ആളാണോ? കമ്മിറ്റി മെമ്പർ ആണ് അല്ലേ? എന്താ പേരെന്താ? നുഫൈസ്. എന്താ കമ്മിറ്റി അംഗാണ്. എത്രയിലാ പഠിക്കുന്നത്? 3. എന്താ പേര്? മുഹമ്മദ് ഷെസിൻ. ഓക്കെ. അപ്പൊ ഈ പ്രദേശത്തെ ഒരു കുടുംബം, അതായത് മനത്താനത്ത് എന്ന് പറയുന്ന ഒരു കുടുംബം വർഷങ്ങൾക്ക് മുൻപ്, എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏതാണ്ട് 100 വർഷത്തോളം മുമ്പ് സ്ഥാപിച്ച ഒരു ശ്രാമ്പ്യ പള്ളിയാണ്. അന്ന് ഇതുപോലെ എല്ലാം ഓടി മേഞ്ഞ ഒരു പള്ളിയായിരുന്നു. പിന്നീട് ഇപ്പൊ പുതുക്കി പണിതാണ്. ആ പള്ളിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു പള്ളി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നതാണ്. ഏതായാലും ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കൂടി നമ്മുടെ ഒപ്പം ചെയ്ത് ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികളായത് എന്നുള്ളത് അദ്ദേഹം പറയും. സാറിന്റെ പേരെന്തായിരുന്നു? അബ്ദുൽ ജബ്ബാർ. എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ പള്ളി കമ്മിറ്റി ഭാരവാഹിയായിരുന്നത്? ഇത് പള്ളി എന്റെ വല്യപ്പ ഉണ്ടാക്കിയതാ. 100 വർഷത്തെ പഴക്കണ്ട്. ചെറിയ ശ്രാമ്പിയായിരുന്നു. അന്ന് ഇവിടെ 2-3 വീടുകളുള്ളായിരുന്നു. ഇപ്പം ഒരു 10-15 വീടുകളുണ്ട്. അപ്പം ഇപ്പൊ നിസ്കരിക്കാൻ സൗകര്യമില്ലാത്തപ്പം ആ പള്ളി ഒന്ന് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ കുടുംബവും അതുപോലെ തന്നെ അയൽവാസികളൊക്കെ അവിടെ സഹകരിച്ച് ഒരു പള്ളി നിർമ്മിച്ചു. അപ്പൊ ആ നിർമ്മിച്ച ഉടനെ പിന്നെ ഈ കുട്ടികളൊക്കെ സജീവമായിട്ട് പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. നോമ്പിനൊക്കെ നോമ്പ് പറയും. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുക. നമ്മളെ സ്കൂളിലെ ടീച്ചർ ഉണ്ടായിരുന്നു, സുഹറ ടീച്ചർ. അവരാണ് നമുക്ക് ഈ സൗണ്ട് സിസ്റ്റം തന്നത്. അപ്പം ബാങ്ക് കൊടുക്കാൻ ഇവര് വല്ല ആവേശത്തിൽ വരും ഓരോ ദിവസവും. മത്സരമായിരുന്നു ബാങ്ക് കൊടുക്കാനൊക്കെ. അപ്പൊ അത് കണ്ടപ്പോൾ പിന്നെ എനിക്കൊരു സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ ആയിട്ട് കിട്ടി. അപ്പൊ ഞാൻ പോവുകയാണ്. അപ്പൊ പിന്നെ ഈ പള്ളിയൊക്കെ നോക്കി നടത്തുക എന്നുള്ള ഇവരെന്നെ നടത്തല്, എന്നാലും ആ കൂടെ അങ്ങനെ കൂടി കൊടുക്കാതെ മേൽനോട്ടം വഹിച്ചിരുന്നു. അപ്പോൾ ഇവരെ തന്നെ ഏൽപ്പിക്കാന്ന് തോന്നുന്നുണ്ടായി. അങ്ങനെ അവരെ കൊണ്ട് ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടാക്കുകയാണ്, കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവരെ എത്തി അവർക്ക് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ബുക്കിലൊക്കെ എഴുതി കൊടുത്ത് ശേഷം ഒന്നുകൂടി ആക്റ്റീവായിട്ട് അവർ പ്രവർത്തിച്ചു. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവർ നടത്തുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്കിനെ കൊല്ലം തീരുമാനിച്ചതാ. ഒരു ബാങ്കിന് 5 രൂപ, സുബി ബാങ്കിന് 10 രൂപ. ആ റേറ്റിലൊക്കെ അവർ തീരുമാനിച്ച് അങ്ങനെ അവർ കണക്കൂട്ടി കൊടുക്കും. കറണ്ടിന്റെ പൈസ അടക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ അവർ നോക്കി നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നു. പിന്നെ ഇപ്പം വെള്ളം ഒക്കെ എപ്പോഴും റെഡി ആയിരിക്കും. അത് കറണ്ട്, അത് അടക്കല് പൂട്ടല് ഒക്കെ അവർ ചെയ്യും. ഈ നമസ്കാരമൊക്കെ എങ്ങനെയാ നടക്കുന്നത്? ഇമാമായിട്ടുണ്ട്. ഇമാമ് ഇവരാണുള്ളെങ്കിൽ ഇവരിൽ ഒരാൾ നിൽക്കും. ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ നിൽക്കും. ഇവിടെ ഉസ്താദുമാരാണ് കൂടുതൽ. ഞങ്ങൾ അധിക സമയത്ത് ഇവിടെ ഉണ്ടാവില്ല ആളുകൾ. കുട്ടികൾ തന്നെ ഉണ്ടായാല് പിന്നെ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ഉണ്ടാവില്ല.
ഏതായാലും ഈ ഇത്തരത്തില് ഒരു പക്ഷേ ആദ്യമായിട്ട് നമ്മളൊന്ന് കേട്ട് പരിചയമില്ല ഇങ്ങനെ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളായി ഇത്തരത്തിലുള്ള കുട്ടികളെ നിയമിച്ചു എന്നുള്ളത്. ഏതായാലും ഇവർക്കതൊരു പുതിയ അനുഭവമായിരിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലൊരു പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹിത്വം വഹിക്കുകയും അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഒരു വലിയൊരു അനുഭവം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഏതായാലും ഇവരുടെ നേതൃത്വത്തിൽ ഈ ശ്രാമ്പ്യ പള്ളിയുടെ പ്രവർത്തനങ്ങളും നമസ്കാരങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രാമ്പ്യ പള്ളി വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവർ കൊണ്ടു നടക്കുന്നുമുണ്ട്. അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.